കഴിഞ്ഞ ദിവസം IPL T20 ഇൻസ്റ്റാഗ്രാം പേജിൽ ഒരു പോസ്റ്റ് കണ്ടു. IPL ട്രോഫിയുടെ ചുറ്റും 10 IPL ടീമുകളുടെ ക്യാപ്റ്റന്മാർ. ജിതേഷ് ശർമ്മ എന്ന പഞ്ചാബിൻ്റെ വൈസ് ക്യാപ്റ്റനാണ് അവിടെ നിൽക്കുന്നത്. പഞ്ചാബിൻ്റെ ക്യാപ്റ്റനില്ല. പക്ഷേ അതൊന്നുമല്ല വാർത്ത. ഋതുരാജ് ഗെയ്ക്വാദ് ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ മഞ്ഞ ജേഴ്സിയിൽ ട്രോഫിയുടെ തൊട്ടരികിൽ നിൽക്കുന്നു. തൊട്ടപ്പുറത്തെ സൈഡിൽ ഋഷഭ് പന്ത് ഡൽഹി ക്യാപിറ്റൽസിൽ നിൽക്കുന്നു. 14 മാസങ്ങൾക്ക് ശേഷം ഋഷഭ് പന്ത് ഡൽഹി ക്യാപിറ്റൽസിലേക്ക് വരുന്നു, ക്യാപ്റ്റൻസി സ്ഥാനം അണിയുന്നു എന്നത് ഇന്ത്യൻ ആരാധകരെ സംബന്ധിച്ചിടത്തോളം സന്തോഷ വാർത്തയാണ്. എന്നാൽ മറ്റൊരു കാര്യം അവിടെയുണ്ട്. ഋതുരാജ് ഗെയ്ക്വാദ് എന്ന മഞ്ഞ ജേഴ്സി അണിഞ്ഞ വ്യക്തി, അദ്ദേഹമാണ് ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ക്യാപ്റ്റൻ. ധോണി എവിടെ? ഇതാണ് ചോദ്യം. ഹാർദിക് പാണ്ഡ്യ മുംബൈ ഇന്ത്യൻസിൻ്റെ ക്യാപ്റ്റനായപ്പോൾ തന്നെ രോഹിത് ശർമ്മ ആരാധകർ വല്ലാത്ത നിരാശയിലായിരുന്നു. എന്തുകൊണ്ട് രോഹിത്തിൻ്റെ ക്യാപ്റ്റൻസി സ്ഥാനം ഒഴിഞ്ഞുവെന്നും ഹാർദിക് പാണ്ഡ്യയെ സംബന്ധിച്ചിടത്തോളം എന്തിനാണ് അദ്ദേഹം ടീമിൽ വരുന്നത് കുഴപ്പമില്ല, രോഹിത്തിൻ്റെ ക്യാപ്റ്റൻസി കളഞ്ഞുകൊണ്ട് എന്തുകൊണ്ട് ഹാർദിക് പാണ്ഡ്യ വരുന്നു തുടങ്ങിയ ചോദ്യങ്ങൾ ഉയർന്നിരുന്നതാണ്. മുംബൈ ഇന്ത്യൻസിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ഫോളോവേഴ്സ് കുത്തനെ ഇടിഞ്ഞതും നമ്മൾ കണ്ടതാണ്. ഇപ്പോഴും ഓരോ ദിവസം കഴിയുന്തോറും മുംബൈ ഇന്ത്യൻസിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ഫോളോവേഴ്സ് കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ചെന്നൈ സൂപ്പർ കിങ്സിനെ സംബന്ധിച്ചിടത്തോളം ഋതുരാജ് ഗെയ്ക്വാദ് ക്യാപ്റ്റൻസി സ്ഥാനത്തിലേക്ക് വരുമ്പോൾ ധോണി ആരാധകർ നിരാശയുടെ പടുകുഴിയിലാണ്. ധോണി ക്യാപ്റ്റൻസിയായി ഇത്തവണത്തെ ചെന്നൈ സൂപ്പർ കിങ്സിൽ ഉണ്ടാവില്ല എന്നുള്ളത് തന്നെയാണ് ആ വാർത്ത. ധോണി ക്യാപ്റ്റൻസി സ്ഥാനത്ത് നിന്നും ചെന്നൈ സൂപ്പർ കിങ്സിൽ നിന്നും വിരമിക്കുമ്പോൾ എന്തുകൊണ്ട് ആ മാറ്റം സംഭവിച്ചു? ധോണിയെ സംബന്ധിച്ചിടത്തോളം കുറച്ച് നാളുകൾക്ക് മുമ്പ് തന്നെ ധോണി വ്യക്തമാക്കിയിരുന്ന ഒരു കാര്യമുണ്ട്. ഇത്തവണ ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടി താൻ കളിക്കുമ്പോൾ പുതിയൊരു ജോലിയിലായിരിക്കും താൻ എത്തുക എന്നത് സംബന്ധിച്ച് പലരും പല അഭ്യൂഹങ്ങളും പറഞ്ഞിരുന്നു. ധോണി ഇത്തവണ ഓപ്പണറായിട്ടായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ ഒരു മെൻറ്റോർ സ്ഥാനത്തിലേക്കായിരിക്കും ധോണിയുടെ മാറ്റം, ഇതൊക്കെയായിരുന്നു. പക്ഷേ ജന്മത്ത് പോലും ഒരു നിമിഷം പോലും ചെന്നൈയുടെ ഏറ്റവും വലിയ ആരാധകൻ പോലും ചിന്തിച്ചു കാണില്ല ധോണി ഈ സീസണിൽ ടീമിനെ നയിക്കില്ല എന്നുള്ളത്. എന്തുകൊണ്ടായിരിക്കും മാനേജ്മെൻറ്റിൽ ഇങ്ങനെ ഒരു തീരുമാനം വന്നത്? പലർക്കും പല സംശയങ്ങളുമുണ്ട്. ആ സംശയങ്ങൾക്കൊരു അവസാനമായിട്ടാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. ധോണിയാണ് താൻ ക്യാപ്റ്റൻ ആകുന്നില്ല എന്ന് തീരുമാനിച്ചുകൊണ്ട് CSKയുടെ മാനേജ്മെൻറ്റിലേക്ക് തൻ്റെ ഈ അപ്പീൽ ഫോർവേഡ് ചെയ്തത്. മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവസാന നിമിഷം ഈ കാര്യം അറിയുമ്പോൾ മാനേജ്മെൻറ്റിനും ഒന്നും എതിർക്കാൻ പറ്റില്ല. 2008 മുതൽ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ കപ്പിത്താനായിരുന്ന ധോണി 2024 17ാമത്തെ IPL സീസണിൽ ക്യാപ്റ്റൻ ആവാതിരിക്കുമ്പോഴേക്കും ഒരു നിരാശ ആരാധകർക്കെല്ലാമുണ്ട്. ചെന്നൈ സൂപ്പർ കിങ്സ് 2 വർഷം ബാനായിരുന്ന സമയത്തുള്ളത് നമുക്കിപ്പോൾ കൂട്ടണ്ട. അല്ലാതെയുള്ള എല്ലാ സീസണുകളിലും ധോണി മത്സരിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ IPL മത്സരങ്ങൾ കളിച്ചൊരു താരവും ധോണി തന്നെയായിട്ട് വരികയും ചെയ്യും. അങ്ങനെ നിൽക്കുമ്പോൾ ഈ സീസൺ ചെന്നൈ ആരാധകരെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു സീസണാണ്. ഋതുരാജ് ഗെയ്ക്വാദിൻ്റെ ക്യാപ്റ്റൻസിയിൽ ആർക്കും വലിയ നിരാശയൊന്നുമില്ല. കാരണം ഏറ്റവും വലിയ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്ലെയറും ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ഓപ്പണിംഗ് പെയറിൽ ഏറ്റവും പ്രധാനപ്പെട്ട താരവും കൂടിയാണ് ഋതുരാജ് ഗെയ്ക്വാദ്. അദ്ദേഹത്തിന് പക്ഷേ നിറവേറ്റാനുള്ളത് ഒരു വലിയ ഭാരമാണ്. ധോണി നൽകിയ 5 IPL കിരീടം, 2 ചാമ്പ്യൻസ് ലീഗിൻ്റെ T20 കിരീടം, ചെന്നൈ സൂപ്പർ കിങ്സ് ജേഴ്സിയിൽ അദ്ദേഹം 7 കിരീടങ്ങളാണ് നൽകിയിട്ടുള്ളത്. 7 ധോണിയുടെ ജേഴ്സി നമ്പർ തന്നെയാണ് 7. ആ 7ൽ ധോണി അവസാനിപ്പിക്കുകയാണ്. കഴിഞ്ഞ സീസണിൽ മോഹിത് ശർമ്മയുടെ പന്തിൽ അവസാനത്തെ 2 പന്തിൽ 10 റൺ ജയിക്കാനിരിക്കെ രവീന്ദ്ര ജഡേജ ഒരു 6ഉം ഒരു 4ഉം കൊടുത്ത സമയത്ത് ചെന്നൈ സൂപ്പർ കിങ്സിനെ വിജയത്തിലേക്ക് എത്തിച്ചപ്പോൾ ധോണിയുടെ സന്തോഷം ആരാധകർ മറക്കില്ല. കാരണം ധോണിയെ സംബന്ധിച്ചിടത്തോളം ഇത്രയും അജിറ്റേറ്റഡായി, ഇത്രയും സന്തോഷത്തോടെ ആരാധകർ കാണുന്ന വളരെ ചുരുക്കം നിമിഷങ്ങളിൽ ഒന്നായിരുന്നു അത്. ജഡേജയെ എടുത്തു പൊക്കി ആ ഗ്രൗണ്ടിന് ചുറ്റും നടന്നപ്പോഴൊക്കെ ധോണി ആരാധകർ വിചാരിച്ചിരുന്നത് ഒരു വിരമിക്കലാണ്. പക്ഷെ അവിടെയും ധോണി വിരമിക്കുന്നില്ല. 17ാമത് IPL സീസണിൽ ധോണി വീണ്ടും വരികയാണ്. പാഡ് അണിയും, പക്ഷേ ക്യാപ്റ്റൻ ആയിരിക്കില്ല. ഋതുരാജ് ഗെയ്ക്വാദ് ക്യാപ്റ്റൻസിയിൽ നിന്നുകൊണ്ട് ധോണി എങ്ങനെയായിരിക്കും പെർഫോം ചെയ്യുന്നത് എന്നത് സംബന്ധിച്ച് നിൽക്കുകയാണ്. അതോടൊപ്പം എടുത്തു വായിക്കേണ്ട ഒന്നാണ് രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസി സ്ഥാനം. ഹാർദിക് പാണ്ഡ്യയെ മുംബൈ ഇന്ത്യൻസ് വരവേൽക്കുന്നു എന്ന വാർത്ത അറിഞ്ഞപ്പോൾ ആദ്യം എല്ലാ ആരാധകരും വലിയ സന്തോഷത്തിലായിരുന്നു. ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ ക്യാപ്റ്റനായി അവരെ ഒരു തവണ ട്രോഫിയിലേക്ക് എത്തിക്കുകയും പിന്നീട് ഫിനലിസ്റ്റുകളാക്കുകയും ചെയ്ത ഹാർദിക് പാണ്ഡ്യ മുംബൈ ഇന്ത്യൻസിലേക്ക് വരുമ്പോഴേക്കും തിരിച്ച് വീണ്ടും ബാക്ക് ടു ഹോം എന്ന രീതിയിലേക്ക് മുംബൈ ആരാധകർ മാറുമെന്ന് തന്നെയാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഹാർദിക് പാണ്ഡ്യ വരുന്നത് രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസി സ്ഥാനം തട്ടിയെടുത്തുകൊണ്ട് ടീമിനെ നയിക്കാനാണെന്ന് മുംബൈ ഇന്ത്യൻസിൻ്റെ അധികം ആരാധകർ ചിന്തിച്ചിരുന്നില്ല. കോച്ച് മാർക്ക് ബൗച്ചറും ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യയും കൂടി ചേർന്ന് നടത്തിയ പ്രസ് മീറ്റിൽ രോഹിത് ശർമ്മയെക്കുറിച്ച് ചോദിച്ച ഓരോ ചോദ്യങ്ങൾക്കും ചിരിച്ചുകൊണ്ടും അല്ലാതെയും മറുപടി പറയാതെ മാർക്ക് ബൗച്ചറും ഹാർദിക് പാണ്ഡ്യയും പ്രസ് മീറ്റിൽ തുടർന്നുകൊണ്ടേയിരുന്നു. ഒരൊറ്റ മറുപടി പോലും രോഹിത് ശർമ്മയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഇരുവരും മറുപടി പറഞ്ഞില്ല. ടീമിൽ വിള്ളൽ തന്നെയാണോ? 1 ഫാമിലി എന്ന് പറഞ്ഞു നടക്കുന്ന മുംബൈ ഇന്ത്യൻസിനിടയിൽ എത്ര ഫാമിലികളുണ്ട്? രോഹിത് ശർമ്മയുടെ ടീം ഒരു സൈഡ്, ഹാർദിക് പാണ്ഡ്യയുടെ ടീം വേറൊരു സൈഡ് എന്ന രീതിയിലേക്ക് മുംബൈ ഇന്ത്യൻസ് മാറിയോ എന്നതും ആശങ്കയുളവാക്കുന്നതാണ്. അങ്ങനെയെങ്കിൽ ഇത്തവണത്തെ മുംബൈ ഇന്ത്യൻസ് കളത്തിലിറങ്ങുമ്പോഴേക്കും എത്രമാത്രമാണ് ഒരു ടീം എന്ന രീതിയിൽ അവർക്ക് പെർഫോം ചെയ്യാൻ സാധിക്കുന്നതും ആശങ്കകൾ കൂടുന്നു.
ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വിരാട് കോഹ്ലി ക്യാപ്റ്റൻസി സ്ഥാനം കഴിഞ്ഞ വർഷം മുതലേ ഒഴിഞ്ഞതാണ്. ഫാഫ് ഡു പ്ലസീസ് ക്യാപ്റ്റനുമായിട്ടുണ്ട്. എന്നാൽ ഇത്തവണത്തെ IPL സീസൺ, പുരുഷ IPL സീസൺ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതുമാണ്. WPL വിമൻസ് പ്രീമിയർ ലീഗിൽ ഇത്തവണ ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ് കിരീടം സ്വന്തമാക്കിയപ്പോൾ പുരുഷ ടീമിന് ഒരുപാട് ട്രോളുകൾ വന്നു. രാജസ്ഥാൻ റോയൽസിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലെ അഡ്മിൻസ് ഉൾപ്പെടെ വനിതകൾ സ്വന്തമാക്കിയ കപ്പ് 16 കൊല്ലമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പുരുഷ ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ് ടീമിന് സ്വന്തമാക്കാൻ പറ്റാത്തതിനെക്കുറിച്ച് ട്രോളുകൾ വന്നു. സ്വന്തം ടീമിൽ നിന്നും ട്രോളുകൾ വന്നു. അങ്ങനെ എല്ലാം കൊണ്ടും ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സിൻ്റെ പുരുഷ ടീമിനെ സംബന്ധിച്ചിടത്തോളം ഈ സീസണും വളരെ പ്രധാനപ്പെട്ടതാണ്. രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി, MS ധോണി, ഈ 3 താരങ്ങളെയും കണ്ടുകൊണ്ട് പല ആളുകളുമാണ് ഈ 3 ഫ്രാഞ്ചൈസികളിലേക്കും അവരുടെ ഫാൻസ് ആയത്. ഇവർ 3 പേരും ക്യാപ്റ്റന്മാരായതുകൊണ്ടും ഇപ്പോഴും അവരുടേതായ ടീമുകളിൽ നിലനിൽക്കുന്ന ആരാധകരുമുണ്ട്. പക്ഷേ ഇത്തവണ ഈ 3 പേരുമല്ല ക്യാപ്റ്റന്മാർ. പുതിയ താരോദയങ്ങൾ, പുതിയ യുവാക്കൾ ഒക്കെ നിറക്കുന്ന IPLലെ 17ാമത്തെ സീസണിലേക്ക് വരുമ്പോൾ ഏതൊക്കെ ആളുകൾ ഏതൊക്കെ ടീമിലേക്ക് മാറുമെന്നത് സംബന്ധിച്ചും ആരാധകരും കൺഫ്യൂഷനിലാണ്. പക്ഷേ ഒരു യുഗം അവസാനിക്കുകയാണ്. 16 കൊല്ലമായി ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ക്യാപ്റ്റൻസി സ്ഥാനം ധരിച്ച് ധോണി 5 കിരീടങ്ങൾ സ്വന്തമാക്കുകയും ചെയ്തു. മുംബൈ ഇന്ത്യൻസിൽ രോഹിത് ശർമ്മയും 5 കിരീടങ്ങൾ. ആ യുഗം അവസാനിക്കുകയാണ്. 5-5 ടാലിയിൽ രോഹിത് ശർമ്മയും ധോണിയും കൂടി ടാറ്റ ബൈ ബൈ പറയുന്നു. അതുകൊണ്ട് ഒരു ഫാൻ ഫൈറ്റ് അവിടെ നിന്ന് അവസാനിച്ചു എന്ന് വേണം കരുതാൻ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.